ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോ ആണ്. പുതിയ വീഡിയോ എന്ന് പറയുന്നത് അന്ന് മാരേജിൻ്റെ പ്രിപ്പറേഷൻ കാണിച്ചായിരുന്നു, കൊളീഗിൻ്റെ മാരേജിന്. അപ്പോൾ ഇത് ഞാൻ പോകുന്ന വീഡിയോ ആണ്. സോ ഹൽദി, റിസപ്ഷൻ, പിന്നെ മാരേജ്, ഈ 3 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. സോ ഞാൻ ഫ്രൈഡേ ആയിരുന്നു ഹൽദി, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട്, ആൾ കൊല്ലത്തോട്ട് എന്നെ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ അവിടുന്ന് ഞാൻ പോവാനാണ്. ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സ് അവരെല്ലാവരും ട്രിവാൻഡ്രത്തു നിന്ന് വരും. ഞാൻ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് കൊല്ലത്തുനിന്ന് കയറുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വന്ന ഒരു അതായത് ഏകദേശം 3:30 എനിക്ക് ട്രെയിൻ. അപ്പം ലഞ്ച് കഴിക്കാണ്ടാണ് വന്നത്. അപ്പം വരുന്ന വഴിക്ക് ഞങ്ങൾ KFC കയറി ഫുഡ് കഴിച്ചിട്ട് ഒരു 3:15 ആയപ്പോഴത്തേക്കും ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നായിരുന്നു. ജനശതാബ്ദിയിലാണ് കേട്ടോ പോകുന്നത്. ഞാൻ ആക്ച്വലി ട്രെയിൻ യാത്ര എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ല. എനിക്കത്ര അതിൽ വിവരമില്ല. കാരണം എപ്പോഴും ഞാൻ ബസ്സാണ് പ്രിഫർ ചെയ്യുന്നത്. മീൻസ് എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരിക, കൊല്ലത്ത് നിന്ന് അങ്ങോട്ട് പോകുക, അത്രയല്ലേ ഉള്ളൂ. അപ്പം കൂടുതൽ ഞാൻ ബസ്സിൽ പോയിട്ടുള്ളൂ, ട്രെയിനിൽ അങ്ങനെ പോകാറില്ല. ഓക്കെ, അങ്ങനെ കായംകുളം പെട്ടെന്ന് എത്തി. കൊല്ലത്തുനിന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഇരിക്കേണ്ടി വരും, അത്രയൊന്നും ഇരിക്കേണ്ടി വന്നില്ല. അപ്പം ഞങ്ങൾ പെട്ടെന്ന് എത്തി. ഫ്രണ്ട്സ് അവരെല്ലാവരും ട്രെയിനിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞാൻ ഒന്ന് ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. ഉറങ്ങാനൊക്കെ കണ്ണടച്ചപ്പോഴത്തേക്കും കായംകുളം എത്തി. അങ്ങനെ ഏകദേശം ഒരു 5 മണിയായെന്ന് തോന്നുന്നു. 5 മണി ആയപ്പോഴത്തേക്കും കായംകുളം എത്തി. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെയും ബാഗിൽ നല്ല വെയിറ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവളുടെ ബ്രദർ വന്നായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവളുടെ വീട്ടിലേക്ക് പോയി. ഇന്നാണ് ആളുടെ ഹൽദി. ഭയങ്കര ക്ലോസ് റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ഹൽദിക്ക്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര വലിയ ചടങ്ങൊന്നുമല്ല, ഭയങ്കര ക്ലോസ് ആയിട്ട് റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സ് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. നല്ല രസമായിരുന്നു ഹൽദി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ എല്ലാവരും കഴിച്ചിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഫുഡിൻ്റെ അതൊന്നും വേണ്ടി വന്നില്ല. ആൾ തന്നെ വേറൊരു വീട് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആളുടെ റിലേറ്റീവിൻ്റെ വീട് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കെട്ടും പാട്ടും ഒക്കെ ആയിട്ട് ആളുടെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇത് ആ ഒരു പന്തൽ എന്ന് പറഞ്ഞാൽ നാളത്തെ റിസപ്ഷന് വേണ്ടിയിട്ടുള്ള പന്തലും കാര്യങ്ങളും ഒക്കെ അവിടെ ഓൾറെഡി സെറ്റായിരുന്നു. പിന്നെ എല്ലാ വീട്ടിലും കുളമുണ്ട് കേട്ടോ. ഞങ്ങൾ 2-3 വീട്ടിൽ അവളുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി. 3 വീട്ടിലും കുളം ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര യുണീക്ക്നെസ് ആയിട്ട് തോന്നി. പിന്നെ അവരെ ഈ മണലൊക്കെ കുറച്ച് വേറെയാണ്. അതായത് ഞങ്ങളുടെ ഇവിടുത്തെ പോലുള്ളൊരു സാൻഡല്ല, അവിടെ കുറച്ചുകൂടെ എന്താ പറയുക, നമ്മളിവിടെ സോയിൽ എന്നൊക്കെ പറയില്ല, അവരവിടെ ഒരു മണൽ രീതിയിലാണ് അവരുടെ മണ്ണ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ റിലേറ്റീവിൻ്റെ വീട്. അയ്യോ, ഈ വീടിനെ പറ്റി പറയാനാണ് എനിക്ക് കുറേ പറയാനുണ്ട്. അത്രയ്ക്ക് അടിപൊളി വീടാണ് ശരിക്കും. അതായത് എൻ്റെ അകം ഞാൻ പറയാൻ കണ്ടോ, ഇത് നല്ല പഴയ വീടാണ്. ആ ജനലൊക്കെ കണ്ടോ, ആ മുകളിലത്തെ ആ ഒരു സംഭവമൊക്കെ, ജനലൊക്കെ കാണുന്നത് അത്യാവശ്യം നല്ല പഴയ വീട്. പക്ഷെ അത് കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു വേ ഉണ്ടല്ലോ, അത് ഭയങ്കര സൂപ്പറാണ്. അടിപൊളിയായിട്ട് അവരെ വീട് കീപ്പ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ആ വീടിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ ടിൽ നൗ എനിക്ക് അതൊരു നൊസ്റ്റുമായിട്ട് കിടപ്പുണ്ട്. അത്രയ്ക്ക് അടിപൊളി വീടാണ്. അകത്തോട്ട് കുറച്ച് റൂമുകളുണ്ട്. പക്ഷെ എല്ലാ റൂമിനും ഒരു ഭംഗിയുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ആകെ കുഴഞ്ഞ് വാടിയാണ് കേട്ടോ വരുന്നത്. നല്ല ക്ഷീണിച്ചു. ഓക്കെ, അങ്ങനെ ഞാൻ ആ റൂമിൻ്റെ കേസ് പറഞ്ഞില്ലേ. ഇങ്ങനെയാണ്, അതായത് അകത്തോട്ടാണ്, ഒരു ഹോളിൽ നിന്ന് കുറച്ചുകൂടെ അകത്തോട്ടാണ് ആ റൂം കിടക്കുന്നത്. അത് ഞാൻ വീഡിയോ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ അകത്തോട്ടാണ് എൻ്റെ റൂമുള്ളത്. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന റൂം ഇതായിരുന്നു. AC-യും നല്ല ഫെസിലിറ്റിയൊക്കെ ഉള്ള റൂമായിരുന്നു. ജനലൊക്കെ കാണുമ്പോൾ നമുക്കറിയാം കുറച്ച് എന്താണ്, പുതിയ മോഡേൺ ടെക്നിക്കിലുണ്ടാക്കിയ വീടല്ല, പക്ഷേ ആ വീട് ഭയങ്കര രസമായിരുന്നു. അതിന് പുറത്തെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. അതിനകത്ത് കുളവും പിന്നെ ആ വീട് കീപ്പ് ചെയ്തിരിക്കുന്ന ഭയങ്കര രസമായിട്ടാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വന്നു. ഡ്രസ്സ് മാറാനൊന്നും വയ്യായിരുന്നു, അതേപടി ഉറങ്ങിയില്ല, കുറച്ച് നേരം കിടന്നു. ഈവനിങ് 8:30 ഉണ്ടായിരുന്നുള്ളൂ അവളുടെ ഹൽദി.
അപ്പോൾ അപ്പോഴേക്കും എഴുന്നേറ്റാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവളുടെ വീട്ടിൽ വന്നിട്ട് പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സമയം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കിടന്നിട്ടാണ് പിന്നെ ഹെൽത്തി പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പോയത്. പിന്നെ ഹെൽത്തി ആകുമ്പോൾ ഓഫ് കോഴ്സ് എല്ലാം ഇടണമല്ലോ. ഞാൻ ഇതൊക്കെ ഇങ്ങനെ കാണിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് സ്പീഡ് കൂട്ടിയിടുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തിനാണ് സ്പീഡ് കൂട്ടുന്നതെന്ന്. ഇതൊക്കെ എന്താ കാണാൻ എല്ലാവരും റെഡി ആവുന്ന അത്രയല്ലേ ഉള്ളൂ, അതാണ് ഞാൻ സ്പീഡ് കൂട്ടിയിടുന്നത്. അങ്ങനെ എല്ലാവരും റെഡി ആവുകയാണ്. യൂഷ്വൽ മേക്കപ്പ് ആണ്. ലിപ്സ്റ്റിക് ഇടുക, കണ്ണെഴുതുക, കൺസീലർ ഉപയോഗിക്കുക, ബ്ലഷ് ഇടുക, മുടി അഴിച്ചിടുക. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തില്ല. ആക്ച്വലി ഞങ്ങൾക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു, കാരണം ഹൽദിക്ക് ഒരുപാട് പേരെയൊന്നും വിളിച്ചിട്ടില്ല എന്നുള്ള ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങളിങ്ങനെ ഭയങ്കര മേക്കപ്പൊക്കെ ഇട്ട് ചെല്ലുമ്പോഴത്തേക്ക് എല്ലാവരെയും മുന്നിലൊരു കാഴ്ച വസ്തു ആവുമോ എന്നുള്ളൊരു സംശയം ഇല്ലാണ്ടില്ലായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ, നല്ലതായിരുന്നു. 3 ദിവസം മുന്നേ ഫ്രണ്ട്സൊക്കെ വന്ന് നിൽക്കാമെന്ന് പറയുന്നത് അത് എല്ലാവർക്കും കിട്ടില്ലല്ലോ. ചിലർക്ക് മാത്രമല്ല അത്രയും ദിവസം മുന്നേയൊക്കെ വന്ന് നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ വേറെ ഒരു കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എവിടെയും പോയി നിൽക്കാമല്ലോ, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഹോളിഡേ സാറ്റർഡേ സൺഡേ ആയിരുന്നു, ഹോളിഡേ ആയിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾക്ക് പോയി നിൽക്കാനൊക്കെ പറ്റുന്നത്. അങ്ങനെ അതിൻ്റെ പ്രിപ്പറേഷൻ നടക്കുകയാണ് കേട്ടോ, ഹൽദിക്ക് പോകുന്നതിൻ്റെ പ്രിപ്പറേഷൻ. എല്ലാവരും കൂടെ ആകുമ്പോൾ ഭയങ്കര രസമാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരുങ്ങി പോകുമ്പോഴാണ് ഒരു മടുപ്പൊക്കെ. ഇതിപ്പോൾ എല്ലാവരും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല രസമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കുക, ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കമൻസ് പറയുക, ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു വേ ഭയങ്കര രസമാണ്. അങ്ങനെ ഞാനാണ് കേട്ടോ എല്ലാവർക്കും മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത്. മേക്കപ്പ് ചെയ്യാനായിട്ട് എൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട്, ഞാൻ അത് വെച്ചിട്ട് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും. പിന്നെ ഹെയർ സ്റ്റൈൽ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, സാരി സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, ഓരോരുത്തരും ഓരോന്നിലും സ്പെഷ്യലിസ്റ്റാണ്. ഞാൻ സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ല, എന്നാലും വെറുതെ കുറച്ച് പുട്ടിയൊക്കെ ഇട്ട് കൊടുക്കാൻ എനിക്കിഷ്ടമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ വീട്ടിലേക്ക് പോകാനായിട്ട്. Baby, don't wanna fall again. This just hurt me. Just think about it. But you hold me like you don't wanna break. I need some space. Just think about it. Maybe separate is better. I will love you till forever. അങ്ങനെ റെഡി ആവുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ കാര്യം പറയാം. അതായത് എൻ്റെ കയ്യിൽ ആക്ച്വലി ഞാൻ മാല മാത്രമേ മേടിച്ചോളൂ, അതിൻ്റെ കമ്മൽ മേടിച്ചില്ല. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഫൈനലി ഒരു കമ്മലൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയായി. ഞാൻ ഓപ്പൺ ഹെയർ ആണ് കേട്ടോ ചെയ്തത്. എനിക്ക് ആക്ച്വലി ഓപ്പൺ ഹെയർ ചെയ്താൽ ഭയങ്കരമായിട്ട് ഹെയർ ജട പിടിക്കും. പക്ഷേ ഞാൻ ഓപ്പൺ ഹെയർ ചെയ്ത് ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച മാല. അത് ഭയങ്കര റേറ്റ് കുറവായിരുന്നു, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എത്ര യൂസിന് നിൽക്കും, കളറ് പോകുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഷോൾ ഇട്ടു. ഷോൾ ഞാൻ ഇങ്ങനെ നെക്കിനോട് ചേർത്ത് ആ ഒരു രീതിയിലാണ് ഇട്ടത്. എനിക്കെന്തോ അതാണ് ഇഷ്ടമായത്. അങ്ങനെ ഒരു 8:30 ആയപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് ഈ വീട്ടിലൊരു അങ്കിളും ആൻറ്റിയും ഉണ്ട് കേട്ടോ. അവർ ട്രിവാൻഡ്രം ബേസ്ഡ് ആണ്. അപ്പോൾ അവർ കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പോൾ അവരുടെ കാറിൽ ഞങ്ങളെല്ലാവരും കൂടെ അവളുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആൾ അടിപൊളിയായിട്ട് ഒരുങ്ങി കേട്ടോ. അത് ഞാൻ കുറച്ച് ഹൽദിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കുറേ ആക്സസറീസൊക്കെ മേടിച്ചിട്ട് ഒരുങ്ങിയവരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ കുറച്ച് ആക്സസറീസൊക്കെ മേടിച്ചിട്ട് കറക്റ്റ് ഹൽദി പോലെ തന്നെ അവളൊരുങ്ങി. നല്ലതായിരുന്നു. നല്ല കുറേ മാലയും കമ്മലൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അന്നത്തെ ഫുഡെന്ന് പറയുന്നത് ചോറ് തന്നെയായിരുന്നു. നൈറ്റ് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. അവൾക്ക് മെഹന്തിയൊക്കെ മെഹന്തി ഇല്ല, ഇത് സംഭവം മഞ്ഞളല്ല കേട്ടോ, കടലമാവാണ്. കടലമാവൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ മെഹന്തി പോലെ എന്തൊക്കെയോ ചെയ്തു. അങ്ങനെ നല്ല, കാരണം അവളുടെ ആ നെറ്റിച്ചുട്ടി, കമ്മൽ, മാല, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
ആക്സസറീസ് ആൾ സെലക്ട് ചെയ്യുന്നതിൽ അടിപൊളിയായിരുന്നു. അതുപോലെ ആ ഡ്രസ്സ്, മഞ്ഞ ഡ്രസ്സും അത് നല്ലതായിരുന്നു. വെറും ഭയങ്കര ലൈറ്റ് മഞ്ഞയൊന്നും അല്ലായിരുന്നു. ആൾ സെലക്ട് ചെയ്ത ഡ്രസ്സും നല്ലതായിരുന്നു. പിന്നെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഫോട്ടോസ്. ആ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത് വേറെ ലെവലിൽ ഫോട്ടോഗ്രാഫറായിരുന്നു. ആൾ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തു. അടിപൊളി പോസൊക്കെ പറഞ്ഞിരുന്നാൽ ആൾ മിടുക്കനാണ്. ഓക്കെ, ഇതാണ് കേട്ടോ ഞങ്ങളുടെ ആൾ. അങ്ങനെ ഹൽദിയും എല്ലാം കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് ഒരു പരുവായി, ഫുഡൊക്കെ കഴിച്ച് ക്ഷീണിച്ച് ഒരു പരുവായിട്ട് ഞങ്ങൾ പിന്നെ ഉറങ്ങാനായിട്ടുള്ളൊരു പുറപ്പാടിലായിരുന്നു. സോ അതേപോലെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എടുത്തിട്ട് അതേ ഫോഴ്സിലെല്ലാം ഊരി വെക്കണമല്ലോ, വള, മാല, കമ്മൽ. പിന്നെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യം, ഞാൻ എവിടെ പോയാലും കുറേ കാര്യങ്ങൾ മെസ്സപ്പ് ചെയ്യാറുണ്ട്. അയ്യോ അതെവിടെ, ഇതെവിടെ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് മെസ്സപ്പ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം എല്ലാം ഒരേ, ഇപ്പം ഗോൾഡ് കളർ സാധനങ്ങളാണെങ്കിൽ അതെല്ലാം ഒരു കവറിലേ വെക്കുള്ളൂ, സിൽവർ ആണെങ്കിൽ അത് വേറെ കവറിലേക്ക് വെക്കുള്ളൂ. സോ ഞാൻ സമയം എടുത്തിട്ട് തന്നെ എല്ലാം അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ഉദ്ദേശിച്ചു. പക്ഷേ എനിക്ക് ഈ ബാഗ് ഉണ്ടായിട്ടുണ്ടാവാം എല്ലാം അടിപൊളിയായിട്ട് എനിക്ക് വർക്കായി കേട്ടോ. എല്ലാം അടിപൊളിയായിട്ട് തന്നെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചു. കാര്യങ്ങളെല്ലാം ഞാൻ മെസ്സപ്പ് ചെയ്തില്ല. എന്തെങ്കിലും ഒരു കാര്യം എടുക്കണമെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയായിരുന്നു അതെവിടെ ഇരിക്കുകയാണെന്നുള്ളത്. പിന്നെ സ്ലൈഡായാലും പൊട്ടായാലും സ്ലൈഡൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് അതുപോലെ തന്നെ ആ ഒരു പേപ്പറിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചു. പിന്നെ പിന്നായാലും എല്ലാം ആയാലും. പിന്നെ ഞാൻ ഓയിൽ ക്ലെൻസ് ചെയ്യുന്നതിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നാളെ ചിലപ്പോൾ എനിക്ക് ചില ടൈമിൽ എനിക്ക് ചിലപ്പം പിമ്പിൾസൊക്കെ കയറി വരും. എനിക്ക് നല്ല സംശയമുണ്ട്. ഓയിൽ ക്ലെൻസ് ചെയ്താൽ ചിലപ്പം കുഴപ്പമില്ല, പക്ഷെ ചില ദിവസം എനിക്ക് നന്നായിട്ട് പിമ്പിൾസൊക്കെ കയറി വരും. അതുകൊണ്ട് ഞാൻ ഓയിൽ ക്ലെൻസ് ചെയ്യുന്നതിൽ ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ടിഷ്യൂ കൊണ്ടുപോയിട്ടുണ്ട്. അതായത് ടോയ്ലറ്റ് സീറ്റിൽ മറ്റേ റെയിൽവേയിലെ സ്റ്റേഷനിലൊക്കെ നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ടിഷ്യൂ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് വെച്ചിട്ടാണ് ഞാൻ വൈപ്പ് ചെയ്തത്. അങ്ങനെ അതെല്ലാം കളഞ്ഞ്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മളെ കണ്ണിലെഴുതുന്ന കരിയാണല്ലോ, അത് കളയാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. സോ അതെല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് പിന്നെ ഉറങ്ങാനുള്ള പുറപ്പാടുണ്ടോ. അതും ഇതുപോലെ 4 പേര് ആ റൂമിലൊക്കെ ആകുമ്പോഴത്തേക്ക് അതിന് നല്ല രസമാണ്. ഓരോന്ന് പറഞ്ഞ് ചിരിച്ചൊക്കെ ഉറങ്ങാം. പിന്നെ സ്കിൻ കെയർ ആയിട്ടൊന്നുമില്ല. ഞാൻ യൂഷ്വലി നൈറ്റിൽ ചെയ്യുന്നത് വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യും. പിന്നെ ഒരു ലിപ് ബാം യൂസ് ചെയ്യും. ലിപ് ബാം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എൻ്റെ ലിപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആണ്, എപ്പോഴും ഡ്രൈ ആണ്. സോ അത് യൂസ് ചെയ്യും. പിന്നെ ഒരു ഐ ക്രീം യൂസ് ചെയ്യും. എൻ്റെ അണ്ടർ ഐസിൽ ഭയങ്കര ഡാർക്കാണ്, പക്ഷേ ഇപ്പം നല്ല കുറവുണ്ട് കേട്ടോ, ഭയങ്കര കുറവുണ്ട്. സോ ഇതാണ് എൻ്റെ ആ ലിപ് ബാം. ആ ലിപ് ബാമിൻ്റെ പേര് ഞാൻ പറയാം, ചാപ്ടെക്സ് എന്നാണ്. പിന്നെ ആൻഡ്രൈ ക്രീമും, അത് ഇത്രയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നും എനിക്ക് നൈറ്റിലേക്ക് ഇല്ല കേട്ടോ. ഇത് രണ്ടും ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സാണ്, അല്ലാണ്ട് ഫാൻസി പ്രൊഡക്ട്സ് ഒന്നും അല്ല. ഇത് എനിക്ക് നല്ല രീതിക്ക് അണ്ടർ ഐസ് വന്നപ്പം, ഡാർക്ക് സർക്കിൾസ് വന്നപ്പോൾ ഞാൻ വാങ്ങിയ സാധനമാണ്. അങ്ങനെ പിന്നെ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച നൈറ്റ് ഡ്രസ്സാണ് കേട്ടോ. അവിടെ പോവുമല്ലേ, അപ്പോൾ നല്ല ഡ്രസ്സ് നൈറ്റിൽ നല്ല ഡ്രസ്സൊക്കെ ഇടാമെന്ന് വിചാരിച്ചു, അങ്ങനെ വാങ്ങിയതാണ്. ഇതും വേറെ ഒരെണ്ണം കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ പരിപാടിയൊന്നുമില്ല, പിന്നെ കിടന്നുറങ്ങുക, വേറെ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഉറങ്ങാൻ പോവുകയാണ്. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുകയൊന്നും വേണ്ടല്ലോ, അതുകൊണ്ട് കുറച്ചധികം നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.